നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയതിന്റെ പേരിൽ, രാജ്യദ്രോഹ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തിയതിന്റെ പേരിൽ നടപടികൾ നേരിടേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കേരള പോലീസിൽ വർദ്ധിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാറിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ തീവ്രവാദ സംഘടനകൾക്ക് വിവരങ്ങൾ കൈമാറിയതിന്റെ പേരിൽ സ്ഥലം മാറ്റിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് കൂട്ടായ്മയായ പച്ചവെളിച്ചമൊക്കെ ഇതോട് ചേർത്ത് നാം ചർച്ചയാക്കേണ്ടതാണ്. ഒരു വശത്ത് പോലീസ് സേനയിൽ തീവ്രവാദികളുടെ ഒരു സ്വാധീനം വർദ്ധിക്കുമ്പോൾ, മറുവശത്ത് പോലീസ് സേന പലപ്പോഴും ഭരണകൂടത്തിന്റെ കളിപ്പാവകളായി മാറുകയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന ചില VIP അറസ്റ്റുകളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഷെക്കീന ചർച്ച ചെയ്യുന്നു, പോലീസ് സേനയിലെ പച്ചവെളിച്ചം ആരണയ്ക്കും? പോലീസ് സേന കൂടുതൽ സ്വതന്ത്രമാകേണ്ടതല്ലേ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ T ദേവപ്രസാദ്, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ തീവ്രവാദികളോട് ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ അതിന്റെ പേരിൽ നടപടി ഏൽക്കേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കേരള പോലീസിൽ വർദ്ധിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തൊടുപുഴയിൽ ഒരു CPO ആയിരുന്ന അനസ് എന്ന ഉദ്യോഗസ്ഥനെ പോലീസ് ഡേറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ തീവ്രവാദ സംഘടനകൾക്ക്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് കൈമാറിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാറുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ വിവരം കൈമാറിയതിന്റെ പേരിൽ സ്ഥലം മാറ്റത്തിന് വിധേയമാക്കുന്നു. അതോടൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വനിതാ SA സസ്പെൻഡ് ചെയ്യുന്നു. ഈ തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പോലീസിനും കോടതിക്കുമെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ ഷെയർ ചെയ്തതിന്റെ പേരിൽ. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഈ പച്ചവെളിച്ചം പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പൊതുസമൂഹത്തിൽ വളരെയധികം സജീവമായതാണ്, ചർച്ചയായതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പല തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട് പല അറസ്റ്റുകളും നടത്തുന്നത് ഈ ദേശീയ അന്വേഷണ ഏജൻസികളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. അവർ പലപ്പോഴും ഇവിടെ വന്ന് അറസ്റ്റ് നടത്തി കഴിയുമ്പോഴാണ് പലപ്പോഴും കേരള പോലീസ് അതിനെപ്പറ്റി അറിയുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കേരള പോലീസിൽ തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ തീവ്രവാദത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതല്ലേ ശ്രീ ജോർജ് ജോസഫ്? അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ചില ആൾക്കാർക്കെതിരായിട്ട് കേരള പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. കാരണം മൂന്നാറിൽ ഒരു 3 പേര്, 3 CPOമാര്, പോലീസ് ഉദ്യോഗസ്ഥര് തീവ്രവാദ സംഘടനകളുമായിട്ട് ചില ബന്ധങ്ങൾ, ചില വിവരങ്ങൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവരെ 3 പേരെയും അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു, കോട്ടയം, എറണാകുളം ജില്ലകളിലേക്ക് പോസ്റ്റ് ചെയ്തു. മറ്റൊരാള് തൊഴിലുറ പോലീസ് സ്റ്റേഷനിൽ ഒരാള് ചില തീവ്രവാദ സംഘങ്ങൾക്ക് ചില വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും ഇന്റലിജൻസിൽ ശ്രദ്ധയിൽ വന്നു, അയാൾക്കെതിരായിട്ട് നടപടി തുടങ്ങി. ഒരു വനിതാ SIയുടെ പേരിലും കാഞ്ഞിരപ്പള്ളിയിലെ ഇങ്ങനെ ചില വിവരങ്ങൾ തീവ്രവാദ സംഘടനകളുമായിട്ട് അവർ ബന്ധം പുലർത്തുന്ന സംശയത്തിന്റെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷെ മൊത്തം പോലീസിന്റെ സ്ട്രെങ്ത് നോക്കുമ്പോൾ ഏകദേശം 55,000 60,000 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വളരെ ചുരുക്കം വിരലെണ്ണാവുന്നവർ മാത്രമാണ് അതിലേട്ടൊക്കെ മാറിയതായിട്ട് ചില സംശയങ്ങൾ വന്നത്. എന്തായാലും ചക്കതായ നടപടി വന്നു. എങ്കിലും പോലീസിന്റെ എഫിഷ്യൻസി നമ്മൾ നോക്കുമ്പോൾ അടുത്ത കാലത്ത് വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്ന അങ്ങനെയാണ്. കാരണം ഈ പോലീസിലെ കറപ്ഷൻ വളരെ കൂടുതലായി വന്നിട്ടുണ്ട്. അത് അതിനെപ്പറ്റി ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ പ്രാവശ്യവും ആയിട്ട് പൊതുവെ അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, CIമാരുടെയും DYSPമാരുടെയും. അതിനകത്ത് ഒരുവിധം ആവറേജ് ആൾക്കാർക്കൊക്കെ പച്ച കളർ കൊടുക്കുകയും മറ്റുള്ളവർക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് റെഡ് കളർ കൊടുക്കുകയും ചെയ്ത് ഏകദേശം 724 സർക്കിൾ ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. അതിലായിട്ട് 125 പേരും റെഡ് കളറിൽ വന്നു. അതുപോലെ DYSPമാർ 240 250 DYSPമാരുണ്ട്. അതിൽ 45 പേരും റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ വ്യാപകമായി അഴിമതി വരുന്നു ഒരു നിലവാരം. മറ്റു രാഷ്ട്രീയമായ ചില
ബന്ധങ്ങൾ അവർക്കുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായി കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് നിയമപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. നിയമം നിഷേധിക്കാൻ പാടില്ല. അതോടൊപ്പം ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ നിയമത്തിന് പരിധിയിലാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് വിരുദ്ധമായ പല സംഭവങ്ങൾ നമ്മൾ കണ്ടു. നിയമ പാണ്ഡിത്യം, പരിജ്ഞാനം വളരെ കുറവാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പം കാണുന്നത്. നല്ല ഉദ്യോഗസ്ഥന്മാർ ധാരാളം ഉണ്ട്. അവര് ലോ ആൻഡ് ഓർഡറിലൊന്നും വരാതെ, അല്ലെങ്കിൽ അവർക്ക് പോസ്റ്റിംഗ് കിട്ടാതെ, അവർക്ക് എല്ലാവരും ക്രൈംബ്രാഞ്ചിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ യൂണിറ്റിൽ ഇരിക്കുകയാണ്. കാരണം നല്ല ഓഫീസർമാരെ ലോക്കലി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നീതി നടപ്പാക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഇപ്പം ചില രാഷ്ട്രീയ ചായ്വുകളും ഒക്കെ ചിലർക്കുണ്ട്. അപ്പൊ അത് വെളിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആ പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ ഡിസിപ്ലിന് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അത് എക്സീഡ് ചെയ്യുന്ന കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് ഒരു കസ്റ്റോഡിയൽ ഡെത്തിന്റെ ഒരു പ്രശ്നം വന്നു. അതിനകത്ത് അവിടെ ട്രാഫിക് ആക്സിഡന്റിൽപ്പെട്ട 3 പേരെ വിളിച്ചോണ്ട് വന്നു. വേറെ ഒരു വണ്ടി ഇടിച്ച് അയാളെ വിളിച്ചോണ്ട് വന്നു. എന്തായാലും അവരെ അന്നേരം അവരുടെ വണ്ടി അവിടെ ഡീറ്റെയിൽ ചെയ്തിട്ട് അവരോട് അടുത്ത ദിവസം രാവിലെ വരാൻ പറഞ്ഞെന്ന് പറയുന്നു. എന്തായാലും ശരി, അതുമായിട്ട് അവിടെ വന്ന് ആ കാർ ഓടിച്ചു വന്ന, അല്ല കാറിൽ വന്ന ഒരാള്, 41 വയസ്സുള്ള ഒരാള്, അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം, നെഞ്ചുവേദന വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അയക്കാതെ അയാളെ കാറ് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതും വിട്ടുകൊടുത്തില്ല. എന്നാ പോലീസ് സ്റ്റേഷനിലെ ജീപ്പില് ആശുപത്രി കൊണ്ടുപോയോ, അതും ചെയ്തില്ല. അയാളും ഈ നെഞ്ചുവേദന എടുത്ത ആളും അയാളുടെ സുഹൃത്തുക്കളും നടന്ന് ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് വെളിയിൽ വന്നപ്പം കുഴഞ്ഞു വീണു. കൂട്ടുകാരെ ഒരു ആംബുലൻസ് സംഘടിപ്പിച്ച് ആശുപത്രി ചിലപ്പം മരിച്ചിരിക്കും. അത് പോലീസിന്റെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ്. കള്ളനായിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരാൾക്ക് ഒരു ശാരീരിക അസ്വസ്ഥത കാണിച്ചാൽ പോലീസിന്റെ പ്രാഥമിക ധർമ്മവും കടമയാണ് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അതിന് അവിടുത്തെ SI നിജീഷ് എന്ന് പറഞ്ഞ ASI, അരുൺ എന്ന് പറഞ്ഞ ASI, അവിടുത്തെ ഗിരീഷ് എന്ന CPO ഗവൺമെന്റ് ഈ കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തു. അത് തന്നെയല്ല, അടുത്ത ദിവസം മുഖ്യമന്ത്രി പൊതുവായി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും, ഒരാൾക്കൊരു ആപത്ത് പോലീസ് സ്റ്റേഷൻ വന്ന ഒരു പരാതിക്കാരനോ പ്രതിക്കോ ആയിക്കോട്ടെ, ഒരു അസ്വസ്ഥത, ശാരീരികമായ എന്തെങ്കിലും പ്രശ്നം തോന്നിയാല് ആ പോലീസുകാര് അപ്പോൾ തന്നെ ആശുപത്രി കൊണ്ടുപോകുന്നുള്ള. പക്ഷെ 66 പോലീസുകാരുള്ള ആരും ചെയ്തില്ല. അതിന് പകരം അയാളെ ഇറക്കി വിട്ടു. അയാളുടെ മരണം നമ്മൾ കണ്ടു. ഇതൊരു കസ്റ്റോഡിയൽ ഡെത്താണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ദേഹത്ത് തൊട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു. 66 പേരെ ഒന്നിച്ച് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ ജോർജ് ജോസഫ് പറയുന്നത്. അങ്ങൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു 2 സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയോട് ചോദിക്കുകയാണ്. നേരത്തെ നാം ചർച്ച ചെയ്തു, ഈ തീവ്രവാദ സ്വഭാവം വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാധീനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു 3 സംഭവങ്ങൾ നാം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അനേകം സംഭവങ്ങൾ തീർച്ചയായും ഉണ്ടാകാം. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസ് സേനയിലേക്ക് വന്നതിന്റെ പിറ്റേ ദിവസം ഒരു സുപ്രഭാതത്തിൽ ആയിരിക്കില്ലല്ലോ ആ ഒരു വ്യക്തി ഈ തീവ്രവാദത്തിന്റെ ഒരു സ്വാധീനത്തിൽ പെടുന്നത്. ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ഒരു പശ്ചാത്തലം, ഇവരുടെ ആഭിമുഖ്യങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കുവാനുള്ള ഒരു രഹസ്യാന്വേഷണ സംവിധാനം നമ്മുടെ പോലീസ് സേനയിൽ നിലവിലില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ പോലീസ് സേനയിൽ കയറിക്കൂടുന്നത്? രണ്ടാമത്തെ സംശയം, ഈ മൂന്നാറിലെ സംഭവം നാം ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ചില പരിഹാസപരമായ ചില പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഈ രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾക്ക് വിവരം ചോർത്തി നൽകിയതിന്റെ പേരിൽ കേരള പോലീസിലെ ഏറ്റവും ഒരു കടുത്ത ശിക്ഷയാണ് ഈ 3 പേർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് സ്ഥലം മാറ്റം. അവരെ സ്ഥലം മാറ്റിയത് എങ്ങോട്ടാണ്? കോട്ടയം, എറണാകുളം പോലെയുള്ള കേരളത്തിലെ തന്ത്രപ്രധാനമായ നഗരങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയത്. ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട്, അവിടെയും ഇവിടെ അവർ വിവരം ചോർത്താൻ വേണ്ടിയിട്ടാണോ അവരെ ഇത്തരത്തിൽ ഈ നഗരങ്ങളിലേക്കൊക്കെ ഒരു സ്ഥലം മാറ്റുന്നത്? ഒരു കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കേണ്ടതല്ലേ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, അതൊരു സാധാരണ സംഭവമായി. കടുത്ത ശിക്ഷ കൊടുത്തിട്ടില്ല. അവരെ പറ്റിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അതിശക്തമായ നടപടി എടുക്കുന്നവർ ഈ ഒരു ട്രാൻസ്ഫർ അവർക്ക് കുറച്ചുകൂടെ മെച്ചമായ സ്ഥലത്ത് കിട്ടി എന്നുള്ളതാണ്. അത് തന്നെയല്ല, നമ്മള് ഈ പോലീസിൽ പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ കേസ് ഇൻവോൾവ് ചെയ്യോ നമ്മളെ പറ്റി മോശം റിപ്പോർട്ട് കിട്ടിയാലേ പോലീസ് റിക്രൂട്ട് ചെയ്യില്ലായിരുന്നു.
ഇപ്പൊ അതൊന്നും ഒരു ബാറല്ല. ഇപ്പൊ എത്ര കേസിലെ പ്രതിയാണെങ്കിലും ശരി, കേസ് വിട്ടുപോയ ആൾ വീണ്ടും പോലീസിലോട്ട് വരും. അങ്ങനെ വളരെയധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന് ഒരു ജനാധിപത്യപരമായ ഒരു സമീപനം ആണ് ഇപ്പം കൂടുതൽ ചെയ്യുന്നത്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ IPS ഉദ്യോഗസ്ഥന്മാർ വരെ, താഴെ CPO വരെ ഉള്ളവര്, സിവിൽ പോലീസ് ഓഫീസർ വരെ, അവരുടെ കോണ്ടാക്റ്റും അവരുടെ ഡിസിപ്ലിനും എല്ലാം പോയി. കോണ്ടാക്റ്റും വളരെ മോശമാണ്. നമുക്കറിയാം, മോൺസൺ മാവുങ്കലിന്റെ അവിടെ DGP റാങ്കിലുള്ള സംസ്ഥാന DGP ആണ് അവിടെ പോയിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം അഡീഷണൽ DGPമാരും കുറെ DIGമാരും കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ ഒരു ചീറ്റിന്റെ പുറത്ത് അയാളുടെ ഓഫീസും അയാളുടെ അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അയാൾക്ക് ഇപ്പം അയാൾ 2-3 റേപ്പ് കേസിൽ ഇപ്പം പ്രതിയായിട്ടുണ്ട്. അപ്പൊ അയാളെ പോലൊരു വ്യക്തിയുടെ അടുത്ത് ഇവര് പോയി സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുജനങ്ങള് എന്ത് ചെയ്യാനൊക്കും? അവർക്ക് ഡിസിപ്ലിൻ ഇല്ല, അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, പോലീസിന്റെ നിയമപരമായ കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടില്ല, നിയമ പാണ്ഡിത്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മോൺസൺ മാവുങ്കലിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് സീനിയർ DGP റാങ്കിലുള്ളവർ ഒരു SP മുതൽ മുകളിലോട്ട് അല്ലെങ്കിൽ ഒരു SHO മുതൽ മുകളിലോട്ട് ഒരാളുമായിട്ട് കോണ്ടാക്റ്റും ബന്ധപ്പെടുമ്പോൾ ആലോചിക്കണം. ഏതെങ്കിലും ഹോട്ടലിൽ പോയി മദ്യപിക്കുന്നത് അത് ആലോചിക്കണം. ആരും ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ മദ്യപിക്കാനോ കൂട്ടുകൂടാനോ പോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കോണ്ടാക്ട് റൂൾസ് പോലീസിലുണ്ട്. പക്ഷെ അത് ആരും അനുസരിക്കുന്നില്ല. കാരണം എല്ലാവരും ഒരേ വണ്ടിക്ക് കെട്ടാവുന്ന പരുവത്തിലായി. DGP മുതൽ താഴെക്കടയുള്ളവർ വരെ അവരുടെ മോറൽ സൈഡും വളരെ മോശമായി പലരെയും വന്നത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ ഇല്ല, കറപ്ഷൻ ആണ്. പിന്നെ നിയമപരമായി എന്താണ് ചെയ്യുന്നതെന്ന് യാതൊരു വ്യക്തതയില്ല. ഇപ്പം ഗവൺമെന്റിനെ മറിച്ചിടാൻ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് KT ജലീൽ ഒരു പരാതി കൊടുത്തപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അതിനൊരു കേസ് എടുത്തിരിക്കുന്നു. അപ്പൊ ഒരു കേസിന്റെ ഒരു കോഗ്നിസൻസ് ഓഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നും അത് നിയമപരമായി നിൽക്കുമോ ഇല്ലയോ എന്നും പ്രാഥമികമായ ഒരു നോളജ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണം. പക്ഷെ അവരാരും അത് നോക്കുന്നില്ല. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഓരോ കേസ് എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതായത് നിയമവ്യവസ്ഥയോട് പോലീസ് കാണിക്കുന്ന ഇതുപോലുള്ള അവഹേളനം പൊതുജനങ്ങൾക്ക് പോലീസിനടുത്ത് പുച്ഛം തോന്നും. ഗവൺമെന്റിന്റെ നല്ല ഉദ്ദേശത്തോടെ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എതിർപ്പ് വരും. ഇവിടെ ഈ DGP ബെഹ്റ ഉൾപ്പെടെ, പേര് പറയാം, ബെഹ്റ ഉൾപ്പെടെയുള്ളവരോട് പോയവരാണ്. ആ ചീറ്റിന്റെ കസേരയിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുത്തു. അത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ പറന്നു നടന്നു. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരെ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ടവരാണ്. ഇവിടെയുള്ള ഏറ്റവും മോശമായ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നതും ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അപ്പം തന്നെ അത് ഫോട്ടോ എടുത്തിടുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം പോലീസ് ഉദ്യോഗസ്ഥര് പൊതുജനങ്ങളുടെ ഇടയിലിട്ട് വരാനും അതുപോലെ ഇറങ്ങി നടക്കാനും. അതുപോലെ കറപ്ഷന്റെ ഞങ്ങളൊക്കെ പോലീസ് ഇരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാന്യത കറപ്ഷൻ ഇല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ന് വലിയ രമ്യകർമ്മങ്ങളിലും വലിയ ലക്ഷറി കാർഡ് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വില. സമൂഹം അങ്ങനെ മാറിയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജോർജ് ജോസഫ്. പോലീസ് സേന അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു ആശയമാണ് ശ്രീ ജോർജ് ജോസഫ് പങ്കുവച്ചത്. ശ്രീ T ദേവപ്രസാദ്, ഈ നേരത്തെ നാം സൂചിപ്പിച്ചു ഈ വിവര ചോർച്ച അല്ലെങ്കിൽ വിവര കൈമാറ്റം, ഈ തീവ്രവാദികൾക്ക് പോലീസ് ഡേറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ കൈമാറുന്നു. ആ കൈമാറുന്ന വിവരങ്ങളിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അവരുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ എവിടെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാര്യ വീട്. പലപ്പോഴും ചില കൊലവിളി പ്രസംഗങ്ങളിലൊക്കെ നാം കേട്ടിട്ടുള്ളതാണ്, നിന്റെ വീട് എനിക്കറിയാം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ വീട് എനിക്കറിയാം, നിന്റെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ചില തീവ്രവാദ സ്വഭാവമുള്ളവർ അവരുടെ കൊലവിളി പ്രസംഗങ്ങളിലൊക്കെ വലിയവായിൽ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വ്യക്തിപരമായ വിവരങ്ങളൊക്കെ ചോരുന്നത് ഈ തീവ്രവാദ സംഘടനകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയല്ലേ? അതിനെങ്ങനെ തടയിടാൻ സാധിക്കും ശ്രീ T ദേവപ്രസാദ്? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഇത്തരം പ്രസംഗങ്ങൾക്ക് കഴിയും എന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. നമ്മളോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജോർജ് ജോസഫ് വളരെ സത്യസന്ധനും ധീരനും സമർത്ഥനും കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുമാണ്. പക്ഷെ അദ്ദേഹം ഈ തീവ്രവാദികളുടെ സ്വാധീനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് പലതും മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ഓർക്കാത്തത് കൊണ്ടോ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള പോലീസിൽ ആദ്യം ഉണ്ടായ ദുരന്തം രാഷ്ട്രീയവൽക്കരിച്ചതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. മിക്കവാറും CPM ആണ് അത് ചെയ്തിട്ടുള്ളത്. ജോർജിന് അറിയാം, സത്യമായിട്ട് അറിയാം. അത് കഴിഞ്ഞപ്പം വർഗീയ പാർട്ടികളുടെ വന്നത്
അല്ലെങ്കിൽ വർഗീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം വന്നത് ജോർജ് പറഞ്ഞ പോലെ അത്ര നിസ്സാരമൊന്നുമല്ല. ജോർജ് ഓർക്കുന്നുണ്ടാവും, പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു SIയെ സസ്പെൻഡ് ചെയ്തു, SI ഡിസ്മിസ് ചെയ്തു. എന്തിനാ? രഹസ്യം ചോർത്തി കൊടുത്തതിന്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരാളെ ഡിസ്മിസ് ചെയ്തു. എന്തിനാ? ജോർജിന് അറിയാൻ മേലാത്ത സംഭവങ്ങൾ, തിരുവനന്തപുരത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അദ്ദേഹം മനഃപൂർവ്വം ചില കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നാണ്. ഇപ്പൊ എനിക്കറിയാം 2018 അടൂരെ KAP 3-ാം ബറ്റാലിയൻ അല്ലേ, അവിടെ ഒരു വലിയ സംഭവം നടന്നിട്ട് അനന്തകൃഷ്ണൻ സാർ അത് എൻക്വയറി പൂർത്തിയായോ? ഇല്ലല്ലോ, പൂർത്തിയായില്ല. എന്ന് പറഞ്ഞാൽ ഈ വർഗീയ സംവിധാനങ്ങളെ ഭയമാണ്, അവർ പലതും ചെയ്യുമെന്നുള്ള പേടിയാണ്. അപ്പം അതിന് രാഷ്ട്രീയ സ്വാധീനങ്ങൾ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയുടെ കാലത്ത് മാത്രമൊന്നുമല്ല, UDF ഭരിക്കുന്ന കാലത്ത് ലീഗിനെ പേടിയാണ്. ലീഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, കാരണം അവർക്ക് പിടിച്ചു നിൽക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാണ്. ഇതിപ്പോ നമ്മള് മൂന്നാറിലെ പ്രശ്നം വന്നപ്പോൾ മൂന്നാറിൽ 3 പേരെ പിന്നെ അലിയാരോ അനസ് അങ്ങനെ അലിയാര് അങ്ങനെ 3 പേരെ അവരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ ഇതിന്റെയൊക്കെ സംഭവിക്കാൻ പറ്റും. ഇപ്പൊ അനസിന്റെ നമുക്കറിയാം, അനസിന്റെ ഡിസ്മിസിലൊന്നും നിൽക്കത്തില്ല. ഇത് കോടതി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പല കാരണങ്ങൾ പറഞ്ഞ് ഒരു പക്ഷേ സർക്കാരിന്റെ അഭിഭാഷകൻ പോലും ശരിക്കും വാദിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, അവര് തിരിച്ചു വരും. ഇപ്പൊ റംലയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി. ഇത് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ശരിയാ, ജോർജ് പറഞ്ഞാൽ 60,000 പോലീസ് ഉള്ളതിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ശരിയാ. പിന്നെ ഇത് മാത്രമല്ല, ഈ ഹിന്ദു തീവ്രവാദികളും പോലീസിനകത്ത് പച്ചവെളിച്ചം മാത്രമല്ല, ഹിന്ദു തീവ്രവാദികൾക്ക് ഒരു ഗാങ് ഉണ്ട്. ഇപ്പം കേരള പോലീസിലെ ഒരു വിശ്വസിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു അന്വേഷണത്തിന് പോകാൻ ശരിയായ ഉദ്യോഗസ്ഥൻ ജോർജിന്റെ എനിക്കറിയത്തില്ല, അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. ജോർജിന് ഒരു പക്ഷേ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം ചോർത്തിപ്പ് കൊടുക്കുന്ന ആൾക്കാരുടെ കൂടെയുള്ളവരൊക്കെ. അത്രയും വിശ്വാസം ഇല്ലാത്ത രീതിയിൽ പോലീസിലെ പല സംവിധാനങ്ങളും മാറിയിട്ടുണ്ട്. പലരും അവരോട് തന്നെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ ഡിറ്റർമിൻഡ് ആയിട്ട് ചില കാര്യങ്ങളല്ല സത്യസന്ധമായ അന്വേഷണം നടത്തുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനം പോലും ഇപ്പം നമുക്കറിയാം. ജോർജിനും എനിക്കൊക്കെ അറിയാവുന്ന ഒരാള് CB മാത്യു സാർ, കേരളത്തിൽ ഒരു DGP ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അങ്ങേര് കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെയല്ല റിട്ടയർ ചെയ്തതിനു ശേഷം. ജോർജിന് പിന്നെ അത്രയും ശല്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പെൻഷൻ കാശ് മുഴുവൻ കോടതി കേസ് നടത്തിക്കൊണ്ട് ഇപ്പൊ ഈ കൊള്ളക്കാരല്ലെങ്കിൽ അദ്ദേഹം പിടിച്ചവരൊക്കെ നല്ല കാശുകാരാ, അവർക്ക് കേസ് നടത്താനൊന്നും ബുദ്ധിമുട്ടില്ല. ഇദ്ദേഹത്തിന് ഈ ശമ്പളം മാത്രമേ ഉള്ളൂ. സത്യസന്ധര ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വരുമാനം അധികം കാണുകയില്ല. ജോർജ് മുമ്പേ പറഞ്ഞ പോലെ അവർക്ക് പലേഷ്യൽ ബിൽഡിങ്സ് ഇല്ല, ഈ സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളില്ല, അവർക്ക് ബാങ്ക് അക്കൗണ്ടും കുറവായിരിക്കും. അപ്പൊ ഈ പെൻഷനിൽ നിന്ന് കിട്ടുന്ന കാശല്ല ഇതിന് കൊടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നത്. അതായത് ഗവൺമെന്റിൽ നിന്നുള്ള സംരക്ഷണം ഇങ്ങനെയുള്ള നടപടി സർവീസ് കാലത്ത് ചെയ്തവർക്ക് ആ കേസുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കുന്നില്ല. സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയാൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ജോർജ് അഭിഭാഷകൻ കൂടി അറിയാലോ, ജസ്റ്റിന് അറിയാലോ. സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകുന്ന ഒരാളെ എനിക്ക് പലപ്പോഴും പിന്നെ അത്ഭുതം തന്നിട്ടുള്ള ഒരു കാര്യമാണ്. സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനാണ്, പേടി അവിടെ ഒരു കേസിന് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു അഡ്വക്കേറ്റിനെ വെക്കണേ നമുക്ക് എത്ര രൂപ ചെലവാകുന്നത്. ഇവരുടെ കേസൊക്കെ വാദിക്കപ്പെടുന്നു ഈ ആൾക്കാർക്കൊക്കെ. പിന്നെ പണം എന്നുള്ളൊരു പ്രശ്നമാണ്. ഇന്ന് ഈ തീവ്രവാദികളെ ആകർഷിക്കുന്ന വലിയ ഘടകം പണമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു കൊടുക്കുന്നുണ്ട് ജോർജ്. ഇതൊന്നും ഞാൻ പറയുന്നത് എന്തെങ്കിലും തന്നെ ജോർജ് നിഷേധിച്ചോളൂ, കാരണം ജോർജിന് കൂടുതൽ ഇൻസൈഡ് സ്റ്റോറീസ് അറിയാം. അതായത് ഈ പിന്നെ ഇവർക്കിപ്പോ ഒരു കേസ്, ഇപ്പൊ അനസിന് ഒരു കേസ് വന്നു, സുപ്രീം കോടതി പോണേലും അവർ പോകും. എങ്ങനെ പോകും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജോർജ് ഇപ്പൊ ഒരു DSP ആയിട്ട് റിട്ടയർ ചെയ്ത ആളാ, വീട്ടിൽ അത്യാവശ്യം കാശുള്ള ആളാ, സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയാൽ ജോർജ് എന്ത് ചെയ്യും? എനിക്കറിയാവുന്നിടത്തോളം വെച്ച് ബുദ്ധിമുട്ടി പോകും. എനിക്കൊക്കെയാണ് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ. അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അവരെ ഒരാഴ്ചത്തേക്ക് ഇപ്പൊ റംലെ സസ്പെൻഡ്, അവർക്ക് ഒരു ബുദ്ധിമുട്ടും കാണിയല്ല, അവർക്ക് വേറെ പല സംവിധാനങ്ങളിൽ നിന്ന് അവർ സംരക്ഷണം കൊടുക്കും. ഇതൊക്കെയാണ് നമ്മൾ കേട്ടും പത്രക്കാരെന്നുള്ളത് നമ്മൾ അറിഞ്ഞും ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ. ഇതിനൊക്കെ ചെയ്ത് പറഞ്ഞാൽ ഈ പറഞ്ഞാലും വീട്ടുകാരെ അറിയാം, മക്കളെ അറിയാം, മക്കൾ സ്കൂളിൽ പോകുന്നതാണ്, അതുങ്ങൾ പോകുന്ന വഴി അറിയാം. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആരെ പേടിക്കാല്ലാത്ത ഇതൊരു ഈ പറഞ്ഞ പോലെ പോലീസ് സംരക്ഷിക്കുമെന്നും പറയുന്നതൊക്കെ നമുക്ക് എത്ര വിശ്വസിക്കാൻ പറ്റും? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, എന്റെ സാറേ എന്നല്ല എനിക്കിതിലൊന്നല്ല, എന്റെ പോക്കറ്റിൽ കിടക്കുന്ന കൊന്തേ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, ബാക്കി എന്റെ കൂടെയുള്ള ഈ സെക്യൂരിറ്റി നിൽക്കുന്നവരൊക്കെ ആദ്യത്തെ ആളിനെ കാണുമ്പോൾ ഓടുവന്ന എന്റെ ചിന്ത എന്ന് വളരെ അടുത്ത് സംസാരിക്കുന്ന ജോർജിനും ഇത് മനസ്സിലാക്കാണ് ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇവർ വളരെ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇവർ വളരെ സംവിധാനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിനെതിരെ നടപടി എടുക്കാൻ സാധിക്കുകയല്ലെന്ന് ചോദിച്ചാൽ സാധിക്കും, കർശനമായിട്ട്. ഇപ്പം ഈ പറഞ്ഞ ഇപ്പൊ സർക്കാർ ഡിസ്മിസ് ചെയ്ത് ഇപ്പൊ സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി സംതൃപ്തിയായി. ഇനി അതല്ലാതെ ഡിസ്മിസിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ സംതൃപ്തിയാവും. പക്ഷെ ഡിസ്മിസിൽ വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല, ഇത് കോടതിയിൽ പോകുമ്പോൾ തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാവും? ഈ കാലത്ത് മുഴുവൻ ശമ്പളവും സകല ആനുകൂല്യങ്ങളും കൊടുത്തോണ്ട് തിരിച്ചെടുക്കുന്നത്. അതായത് ഇവർക്ക് ഇക്കാലത്ത് ഇവര് സപ്പോർട്ട് ചെയ്തവർ അല്ലെങ്കിൽ ഇവർ ആർക്ക് വേണ്ടിയൊന്നും അവർ സഹായം കൊടുത്തിട്ടുണ്ട്, അത് കിട്ടും. ഇതിന് പുറമെ സർക്കാരിന്റെ കാശും കിട്ടും. ഇതൊരു നല്ല കാലമായിട്ട് പോകും. പിന്നെ അവർ കൂടുതലായിട്ട് തീവ്രവാദി ശക്തിപ്പെടുകയും ചെയ്യും. ഇത് രാഷ്ട്രീയത്തില് പോലീസിനെ കൊണ്ടുവന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുമായിട്ട് പോലീസ് പ്രവർത്തിക്കുമ്പോൾ
ഇപ്പൊ വിമോചന സമരകാലത്തെ ഒരു സത്യാഗ്രഹ ഒരു മുദ്രാവാക്യം നിങ്ങളിൽ പലർക്കും കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചത്, ഞങ്ങളുടെ പോലീസ്. അങ്ങനെ നമുക്ക് ഉറപ്പായിട്ട് അറിയാലോ ഈ മുഖ്യമന്ത്രിയുടെ ആൾക്കാരല്ലേ പോലീസിന്റെ ആൾക്കാർ എല്ലാ പോലീസിലുണ്ടെന്ന് ആർക്കാരും സംശയമുള്ളത്. അതുപോലെ കോൺഗ്രസ്സുകാരുണ്ടെന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല, കുറെ പേര് അവരോടും ഉണ്ട്. പക്ഷെ BJP നല്ല ശക്തമായിട്ട് അവർക്ക് ആൾക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് നല്ല ശക്തമായ സംവിധാനം പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ പച്ചവെളിച്ചത്തിനെതിരെ ഗവൺമെന്റിന് ശരിക്കും നടപടിയെടുക്കാൻ പറ്റാതെ വരുന്നത്. അത് മാത്രമല്ല, അവർക്ക് ഈ രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രീയക്കാര് പോലീസ് അതായത് പോലീസിന് ഒരു ഇൻഡിപെൻഡന്റ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ശ്രീമാത് സാർ, ഞാനിപ്പം ശ്രീമാത് സാറിനെ പോലെ ജോർജ് ജോസഫിനെ പോലെയൊക്കെ കുറെ പേര് ഇങ്ങനെ എങ്ങനെയോ ഇതിനകത്ത് സത്യസന്ധരായിട്ട് MK ജോസഫ് സാറ്, അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഈ ക്രൈസ്തവ ഉദ്യോഗസ്ഥന്മാരോട് പരിചയമുള്ളതുകൊണ്ടോ എന്നറിയത്തില്ല, അങ്ങനെ കുറെ ആൾക്കാർ ആരോടും അങ്ങനെ വലിയധികം കുഞ്ഞാതെ അവർ, പക്ഷെ അക്കൂടെയും ചിലരെ എനിക്കറിയാം അവർക്ക് ഇങ്ങനെയുള്ള ഇതിനുള്ള സാമ്പത്തിക സഹായം ആരും കൊടുക്കത്തില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ചാനലിൽ നിന്നൊരു ചർച്ച നടത്തി നമ്മളങ്ങ് പിരിയും, സന്തോഷമായി ചർച്ച തീർത്തി പൂർത്തിയാക്കി പോകും. കേസ് ഉണ്ടെങ്കിൽ ഇവരല്ലേ ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇപ്പൊ ഈ സസ്പെൻഡ് ഇപ്പൊ അവിടെ കുപ്സ്വാമി അല്ലെങ്കിൽ മനോജും ഒക്കെ എടുത്തു, മനോജിനെയൊക്കെ ഭീഷണിപ്പെടുത്തുമല്ലോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ അവിടെ മൂന്നാറിലുണ്ടായ സംഭവം, ഒരു KSRTC-കാരൻ ഏതാണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ SDPI-ക്കാർ തല്ലി, അതിന് വാർത്ത ചോർത്തി കൊടുത്ത് പോലീസുകാരൻ. ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ നാട് എങ്ങോട്ടാ പോകുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം. പിന്നെ ഇങ്ങനെയുള്ളതിലൊക്കെ ഉൾപ്പെടാതെ എങ്ങനെ ദൈവം കാത്തങ്ങ് ജീവിച്ചു പോകാന്നുള്ള അല്ലാതെ ഇത് വല്ലാത്തൊരു പ്രവണതയായി നമ്മുടെ പോലീസിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പോലീസിനല്ല എല്ലാ ഇപ്പൊ ഒരു ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന കാലത്ത് ഒരു 40 വർഷം മുമ്പൊക്കെ വർഗീയത ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലില്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് അവർ കമ്മ്യൂണലായിട്ടൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു ഹാർഡ് കോർ കമ്മ്യൂണലിസം. ഏത് പറഞ്ഞാലും ജാതി നോക്കി അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങളെ കുറിച്ചുള്ള ജാതി നോക്കിയൊക്കെയാണ് കാണുന്നത്. അത് വലിയ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് പോവാണ്. അതെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? പറ്റിയാലെന്നല്ല, നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതാണ്. പക്ഷേ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലീസിനെ ഒന്നും ഇപ്പൊ തന്നെ ജോർജ് ജോസഫ് സാർ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ പോലീസിലുള്ള കോൺഫിഡൻസ് ജനങ്ങൾക്ക് കുറഞ്ഞു പോവല്ലേ. പോലീസിന് ആർക്ക് വേണ്ടിയിട്ടാ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ജോർജ് തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കാതെ കേസെടുത്തു. പോലീസ് പറഞ്ഞു, കേസെടുത്തു. മറ്റേ അത് അവിടെ കോടതിയിൽ പോയോ? നാണം കെട്ടെന്ന് പത്രക്കാർ എഴുതിയോണ്ട് അവർക്കൊരു നാണക്കേടും ഇല്ലത്തെ. ഞങ്ങൾ പറഞ്ഞവര് കേട്ടു, ഞങ്ങളത് എഴുതി, അത് പത്രക്കാർ എഴുതി, അവർക്ക് നാണം കെട്ടു, എഴുതിയവർക്ക് നാണം കെട്ടെന്നുള്ളതിനപ്പുറം പോലീസുകാർക്ക് അങ്ങനെ ഞങ്ങൾ പിടിച്ച ആളിനെ വിട്ടോണ്ട് പോയാലൊരു നാണക്കേടും ഇല്ല. അവര് വഴി പോയി, അവര് അയാളേലി അന്ന് പോയിട്ട് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് പിന്നെന്താ ലജ്ജാകരമായ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമാധാനപരമായ ജീവിതക്രമത്തിനോ ഒരു ചേർന്ന ഒരു സ്ഥിതിയിലേക്കോ അല്ല നമ്മുടെ നാട് പോകുന്നത്. വളരെ ഗൗരവതരമായ കാര്യങ്ങൾ കണ്ണടയ്ക്കപ്പെടുന്നുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ 2018 അടൂർ ബറ്റാലിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ അങ്ങ് കണ്ണടച്ചു, അത്ര തന്നെ. അതിന്റെ അന്വേഷണം ഇങ്ങും എത്തിക്കരുതെന്നുണ്ടായിരുന്നു. DIG തന്നെ സ്ഥലം മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ചില ഉദ്യോഗസ്ഥന്മാര് ഇതിനകത്ത് ചില കർക്കശമായ നിലപാടെടുക്കുമ്പോൾ അവരെ വളരെ മനോഹരമായിട്ട് അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത് ചിലപ്പോൾ അവരെങ്ങനെ മാറ്റിക്കാം. അപ്പൊ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഈ നല്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ സർക്കാരുമായിട്ടൊന്നും അങ്ങനെ ഏറ്റുമുട്ടാനൊന്നും പോകുന്നവരല്ല. അവര് ഒബീഡിയൻസ്, അനുസരണം എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഇപ്പൊ നാട്ടിലുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ വളരെ അപകടകരമായി ഇപ്പം ഓരോ സംഭവങ്ങൾ ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കും. പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ കമ്മ്യൂണലിസം വ്യാപകമാകുന്നു എന്നുള്ള ഭീതി പടർത്തുന്ന അടയാളങ്ങളാണ്. അത് ആപത്താണ്. അതിൽ നിന്ന് നമ്മുടെ പോലീസിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് അധികാരമുള്ളവർ ആലോചിക്കണം. വളരെ അപകടകരമായ ഒരു പ്രവണതയിലേക്കാണ് ഈ കേരള പോലീസിന്റെ സംവിധാനം നീങ്ങുന്നതെന്ന വളരെ വ്യക്തമായ ആശയമാണ് ശ്രീ ടി ദേവപ്രസാദ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ശ്രീ ദേവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ പല തീവ്രവാദ സ്വഭാവമുള്ള കേസുകളും അത് ഒരു അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന പല സംഭവങ്ങളും കേരളത്തിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ വളരെ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോരാടുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. പലപ്പോഴും ഈ ലവ് ജിഹാദ് പോലുള്ള പല കേസുകൾക്കെതിരെയും അങ്ങ് പോരാടിയിട്ടുണ്ട്. നേരത്തെ നാം ഈ ചർച്ചയുടെ ഈ ഘട്ടം വരെ ചർച്ച ചെയ്തതുപോലെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങ് ഈ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ തീവ്രവാദത്തിന്റെ ഒരു സ്വാധീനം അങ്ങേക്കത് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പക്ഷപാതപരമായ ഒരു പെരുമാറ്റം ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? അഡ്വക്കേറ്റ് ജോർജ്, തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്, പ്രസക്തമായ ഒരു ചോദ്യമാണ്.
ബഹുമാനപ്പെട്ട ജോർജ് സാറും പ്രസാദ് സാറും പറഞ്ഞതിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. നമുക്കറിയാം, ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കില് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായിട്ടും ജീവിക്കണമെന്നുള്ളത്. അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് എവിടെയോ എപ്പോഴോ നഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറയുമ്പോഴും ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പോലീസ് സേന ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ പോലീസായിട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായിട്ട് അംഗീകരിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, ആദരിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനുള്ള സ്ഥലക്കാരനാണ് ഞാൻ. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനൊക്കെ. അങ്ങനെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും പോലീസ് സംവിധാനം ഉള്ള ഒരു നാടാണ് നമ്മുടെ. എന്ന് പറഞ്ഞാൽ ജോർജ് സാറ് പറഞ്ഞു, ധാരാളം നല്ല കഴിവുകളുള്ള, നല്ല മിടുക്കരായ, അഭ്യസ്ത വിദ്യരായ, നിയമജ്ഞരായ, നിയമം പഠിച്ച ധാരാളം ആളുകൾ ഇപ്പോൾ പോലീസ് സേനയിലുണ്ട്. അപ്പൊ അവരുടെ കരുത്തിലും ശക്തിയിലും ബുദ്ധിയിലും എല്ലാം ഗവൺമെന്റ് ആശ്രയിക്കേണ്ടതിന് പകരം അവരെ മുഴുവൻ തങ്ങളുടെ ഇംഗിത പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന കയ്യിലെ ഉപകരണങ്ങളായിട്ട് നിർത്തിയിരിക്കുക. ജോർജ് സാർ അത് മനോഹരമായിട്ട് പറഞ്ഞു. അവരെ കൊണ്ടുപോയി ക്യാമ്പുകളിലും അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒതുക്കി കൂട്ടിയിട്ടിരിക്കുക. അവരെ അവിടുന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഇവരെ ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതല്ല, ലോ ആൻഡ് ഓർഡറെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതൊരു ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരമായിരിക്കും. പരസ്യമായിട്ട് ജനങ്ങൾക്ക് ഒരു നന്മയും ഇല്ലാത്ത, എല്ലാവരും അങ്ങനെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷെ പൊതുവെ നമ്മൾ കാണുന്ന, നമ്മളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ബഹുമാനം, ഒരു ആദരവ്, ഒരു സ്നേഹമോ നിയമപാലനമാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പോലും ചിന്തിക്കാത്ത ആളുകളാണ് മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് അനുഭവം പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ പാലേക്കര ടോൾ പ്ലാസയിൽ വെച്ച് എന്റെ കാറിന്റെ പുറകിൽ ഒരു വണ്ടി വന്ന് തട്ടി. ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയുടെ പുറകിൽ ഒരു വണ്ടി തട്ടിയപ്പോൾ ഞാൻ ആ വണ്ടി, എന്റെ വണ്ടിയും മറ്റേ വണ്ടിയും അവിടെ ഇഷ്യൂ ഉണ്ടാക്കേണ്ട തൊട്ടടുത്താണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ഇരുന്ന ഇൻസ്പെക്ടർ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. എന്നെ ഒരു 1.5-2 മണിക്കൂറോളം അവിടെ നിർത്തി. അവസാനം ഞാൻ ഫോട്ടോ എടുത്തു. ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോകുന്നതും ഇദ്ദേഹം മോളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഇദ്ദേഹം എന്നോട് പെരുമാറുന്നു, ഞാൻ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിൽക്കുന്നതും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം താൻ എന്താണ് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം ഇവിടെ വന്ന് നിൽക്കുക, എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം, എനിക്ക് നാളെ കോടതിയിൽ പോകേണ്ട ദിവസമാണ്, എനിക്ക് എന്റെ ഓഫീസിൽ പോയി കിടക്കണ്ടേ, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് എത്തണ്ടേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അസ്വസ്ഥപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിക്കുക, ഒരു വണ്ടി ഇടിച്ചാൽ എനിക്ക് തന്നെ റോള്, പിന്നെ നമ്മൾ എവിടെയാ പോകേണ്ട? വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നേരെ ജഡ്ജിയുടെ അടുത്തേക്ക് പോകണം, അതോ മെഡിക്കൽ കോളേജിൽ പോകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗാശുപത്രിയിലാണോ പോകേണ്ടത്? ഞാൻ പോകേണ്ട സ്ഥലം ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തി ഞാൻ പോയി. പോലീസുകാർ ഇങ്ങോട്ട് വരേണ്ട ഉത്തരവാദിത്വം ഞാൻ അവിടെ ചെന്ന, എന്നിട്ട് അവരെ നിർവഹിക്കുന്നില്ല. അവിടെ ഒരു വക്കീലാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു നീതി കിട്ടാത്ത അവസ്ഥ നമ്മുടെ സാധാരണ ജനത്തെ എത്രമാത്രം ഇവർ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം. ഇനി അങ്ങ് ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം, ലവ് ജിഹാദ് പോലെയുള്ള ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത് എത്ര പേര് വിശ്വസിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. മിക്ക പോലീസ് സ്റ്റേഷനിലെയും ആധിപത്യം, ജോർജ് സാറൊക്കെ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല, മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങൾ, ഞാൻ എടുത്തു പറയണം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ പോലീസുകാരും 1-2 പേരെ മറ്റു മതവിഭാഗങ്ങളുള്ളവരെ നിർത്തിയിട്ട് ഭൂരിപക്ഷ ഉദ്യോഗസ്ഥർ അവരായിരിക്കും. ഒരു രീതിയിലും നമുക്ക് നീതി കിട്ടുകയില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പരിഗണിക്കുകയില്ല. ഇവര് അവിടുന്ന് മറഞ്ഞു പോകും. ഏതെങ്കിലും അവിടുത്തെ റൈറ്ററോട് പറയും, ഓഫീസർ വരട്ടെ എന്ന് പറയും, നമ്മൾ അവിടെ കാത്തു നിൽക്കണം. അങ്ങനെ ഒരു രീതിയിലും നീതി കിട്ടാത്ത ഒരവസ്ഥ. ഇനി മറ്റൊരു കേസ് പറഞ്ഞാൽ 2018 നടന്ന ഒരു ലവ് ജിഹാദ് കേസില് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവാണ് പ്രതിയായി വന്നിരുന്നത്. ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് അന്ന് DGPക്കും മുഖ്യമന്ത്രിക്കൊക്കെ പരാതിപ്പെട്ടു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടീനെ, അതായത് ഒരു ലവ് ജിഹാദ് വിക്ടിം ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ, ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടീനെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് ആ പെൺകുട്ടി 2 മക്കളുടെ അമ്മയായി കഴിഞ്ഞപ്പോൾ ഇപ്പം ആ അന്വേഷണമായിട്ട് ആ വീട്ടിലേക്ക് കയറി ഇറങ്ങുക പോലീസ്. രാവും പകലും മെമ്മോ ആയിട്ട് ചെല്ലുക, സമൻസുമായിട്ട്. എന്തൊരു ക്രൂരതയാണെന്നറിയോ? ഈ ക്രൂരതകളാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഈ ക്രൂരതകൾക്കെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചെല്ലുകയാണ്. ചോദിക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് മേലെ എന്നുള്ള നിർദ്ദേശമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട കുഞ്ഞ് രക്ഷപ്പെട്ട് അതൊരു ജീവിതത്തിലേക്ക് പിച്ചു വെച്ച് വരുമ്പോൾ
അത് താമസിക്കുന്ന ഭർത്താവിന്റെ വീട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ കടന്നു ചെന്ന് ആ കൊച്ചിന്റെ ഉള്ള ജീവിതത്തെയും കൂടെ തകർക്കുന്ന സംവിധാനങ്ങൾ. ഇത് ബോധപൂർവം അല്ലെന്ന് നമ്മൾ എങ്ങനെ പറയും? ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, സാറ് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ ഞങ്ങളെ കമ്പൽ ചെയ്യപ്പെടുകയാണ്, ഞങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് വരേണ്ടത്, ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും അവര് ആ കൊച്ചിന്റെ വീട്ടിൽ ചെന്ന് തട്ടിമുട്ടി അതിന്റെ അമ്മായിമേനെയൊക്കെ നാട്ടുകാരെയൊക്കെ അറിയിച്ച് സമൻസും കൊടുത്തിട്ട് വരുന്നത്. എന്തുമാത്രം ദുരിതമാണ്. ഇതുകൊണ്ടാണ് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാത്തത്. ഒരു രീതിയിൽ നീതി കിട്ടുന്നില്ല. ഇനി പച്ചവെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം എന്തേറെ കേസുകളാണ് നമ്മുടെ മുമ്പിൽ. സാറന്മാർ രണ്ടുപേരും നമ്മളോട് പറഞ്ഞ കേസുകൾ അതിലുപരി എന്തേരെയുണ്ട്. ഇപ്പൊ PC ജോർജിന്റെ ഇഷ്യൂ ആണെങ്കിലും KS ശബരിനാഥിന്റെ ഇഷ്യൂ ഒക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പോലീസ് സംവിധാനം മുഴുവൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. നേരത്തെ തൊട്ടുണ്ട്. ഈ മുൻപ് സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിലും ഒരു പരിധി വരെ നിഷ്പക്ഷരായ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെ ഒന്നും പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ DGP കഴിഞ്ഞ DGP പോകാൻ നേരത്ത് ഇറങ്ങി പോകുന്നതിന് തലേദിവസം അല്ലെങ്കിൽ അന്ന് നേരം വെളുത്തപ്പോൾ പുള്ളിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബോധോദയം ഉണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞ് കേരളം മുഴുവൻ തീവ്രവാദികളുടെ കയ്യിലാണ്. എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ, അതൊന്ന് മാധ്യമങ്ങളിലൊന്ന് കൊടുക്കുവാൻ, അതിന് മേലെ ഒരു അന്വേഷണം നടത്താൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പോലും ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഒരു നടപടിയില്ല. ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതൊക്കെ നഗ്നമായിട്ട് പരസ്യമായിട്ട് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഇവിടെ തീവ്രവാദികളും മത രാഷ്ട്ര തീവ്രവാദ പ്രസ്ഥാനങ്ങള് അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പോലീസ് സേനകള് എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇവിടെ നീതി നടപ്പിലാക്കപ്പെടുന്നതും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു സംവിധാനത്ത് നിന്ന് നമ്മുടെ പോലീസ് സേനയെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട, വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഈ ഒരു മുഖം നോക്കി കേസെടുക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ മതവിദ്വേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിലർ മതവിദ്വേഷം നടത്തിയാൽ അവർക്കെതിരെ കേസില്ല, ചിലർ നടത്തിയാൽ ചില പരാമർശങ്ങളുടെ പേരിൽ അത്ര ഗൗരവമല്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ നടത്തിയതിനേക്കാൾ ഗൗരവം കുറഞ്ഞ പരാമർശങ്ങൾ നടത്തിയ അവർക്കെതിരെ കേസ്, അതിനേക്കാൾ കൂടിയ തരത്തിൽ ഒരു ഗൗരവമുള്ള പരാമർശം നടത്തിയാൽ അവർക്കെതിരെ കേസില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ അൽ ഹിക്കിമിയുടെയൊക്കെ ഒരു കാര്യം. ക്രിസ്തുവിനെതിരെ വളരെ അപമാനകരമായ പരാമർശം നടത്തിയ ആ ഒരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ട് മാസങ്ങളോളം പോലീസ് അനങ്ങിയില്ല. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിക്ക് വരെ ആ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. ആ കാര്യം കൂടി നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? ഞാൻ പേരെടുത്ത് പറയുന്നതിൽ ക്ഷമിക്കണം. അതായത് കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകള് അവരുടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ പുറത്തെ മതിലിൽ കൊണ്ടുപോയി ഒരു പരാതി എഴുതി ഒട്ടിച്ചു വെക്കോ, അല്ലെങ്കിൽ അവിടെ ഒരു കല്ലും കഷ്ണം എടുത്ത് വെച്ചിട്ട് പോയാലോ അതിന്റെ പേരിൽ കേസെടുക്കുന്ന കേരളത്തിലെ പോലീസ് ഇവിടെ ഇപ്പോഴും 6 മാസങ്ങൾക്ക് മുന്നേ കൊടുത്ത പരാതികളിൽ പോലും ഒരു നടപടി എടുക്കാതെ വെറുതെ പേപ്പർ കനോ ഇനി അതവിടെ ഉണ്ടോന്ന് പോലും വിവരാവകാശം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ 1-2 സ്ഥലത്ത്. എന്തായെന്ന് അറിയാൻ അതുണ്ടോന്ന് പോലും നമുക്കറിയത്തില്ല. അതിന് വേസ്റ്റ് പേപ്പർ ആണോ ടോയ്ലറ്റിൽ ഉപയോഗിച്ചെന്ന് പോലും നമുക്കറിയാത്ത രീതിയിൽ ഒരു പരിഗണന 100% കൃത്യമായിട്ട് മതത്തെ മാത്രം നോക്കി നടപടി എടുക്കുന്ന ഒരു ഭീകരത, അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അത് പോലീസിന്റെ ഒരു വലിയ വിഭാഗമുണ്ട്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കാണുന്നതല്ല, കേരളം മുഴുവൻ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഒരു വിഭാഗത്തെ മാത്രം പേടി, മറ്റൊരു വിഭാഗത്തെ മാത്രം പേടിയില്ല. ഇവിടെ എന്ത് പരാതി കൊടുത്താലും ഒരു പ്രശ്നമില്ല. ഞാനൊരു കഴിഞ്ഞ ദിവസം കോട്ടയം പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു കേസ് കൊടുത്ത ഒരു മനുഷ്യന്റെ അനുഭവം ഞാൻ പറയാം. ഒരു പരാതിക്കാരൻ 27 പ്രാവശ്യം ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി കഴിഞ്ഞു. 27 പ്രാവശ്യം. അത് അദ്ദേഹത്തിന്റെ ഫോണിലൂടെ അദ്ദേഹം യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ കണ്ട് തനിക്ക് വിഷമമുണ്ടായ കാര്യമുണ്ട്, പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം. അതായത് ഈ പറയുന്ന ഫോൺ, സാറേ ആ ഫോണിൽ ഞാൻ കണ്ട സാധനം, ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് സാറിനെ കാണാം, അത് സാർ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പോരാ, ആ ഫോൺ തന്നെ ഹാജരാക്കണം, ഫോൺ ഞങ്ങൾക്ക് കസ്റ്റഡി എടുക്കണം. അത് ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യന് റബ്ബർ വെട്ടി ജീവിക്കുന്ന മനുഷ്യന്റെ ഫോൺ മേടിച്ച് കസ്റ്റഡി വെച്ചാൽ മാത്രമേ അത് തെളിവാകുള്ളൂ എന്ന് പറയുന്ന സംവിധാനം. ഇതൊക്കെ എവിടുത്തെ സംവിധാനമാണ്? ഇത് ഇപ്പോഴും അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ സിസ്റ്റത്തിലൂടെ ഈ വീഡിയോ കാണാം? അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിലൂടെ കണ്ടുകൂടെ? മറ്റുള്ളവരുടെ മൊബൈലിലൂടെ കണ്ടുകൂടെ? എന്നിട്ട് ആ മനുഷ്യനായിട്ട് ദ്രോഹിക്കുക, ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ അന്വേഷണം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് അദ്ദേഹം പ്രതിയായിട്ടുള്ള കേസല്ല. അദ്ദേഹത്തിന് മനോവേദന ഉണ്ടായ മനോവേദനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊണ്ടുപോയി പരാതി കൊടുത്തൊരു കേസിനകത്ത് ഞാൻ കണ്ടത് എന്റെ ഫോണിലൂടെയാണ്. യൂട്യൂബിലുള്ള ഈ വീഡിയോ ഞാൻ കണ്ടത് എന്റെ ഫോണിലൂടെയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ 8,000-9,000 രൂപ വരുന്ന ഫോൺ കൊണ്ടുപോയി അവിടെ സറണ്ടർ ചെയ്തിട്ട് പിന്നെ ഇതെന്ന് കിട്ടുന്നത് നമുക്കറിയാമല്ലോ. എന്നാ കിട്ടുന്നത്?
ഇതുപോലെ അതേസമയം ഉണ്ടല്ലോ, ഇതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതേസമയം ഇത് ഞാൻ മുമ്പേ പറഞ്ഞ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരു തുണ്ട് പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി, അവർ നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് റിമാൻഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് പത്രങ്ങളിലും കൊടുത്തു. ഇത് വലിയൊരു ഭീകരതയാണ്. ഇതിനെ നമ്മൾ കാണണം. ഈ ഒരു സിസ്റ്റം, ഇത് പച്ചവെളിച്ചം നഗ്നമായ സത്യമാണെന്നുള്ളത് ആ തൊടുപുഴ മനോജ് കേസിനകത്തൂടെയൊക്കെ നമുക്ക് വെളിപ്പെട്ടതാണ്. ഇപ്പൊ മൂന്നാർ ഇഷ്യൂ നമ്മുടെ മുമ്പിലുണ്ട്. ലോക്നാഥ് ബെഹ്റ മുൻ DGP സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇതിന്റെ മേലെയൊന്നും ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്താതെ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കോടതിയിൽ കൊടുത്ത് നമ്മൾ അന്വേഷണ വിധേയമാക്കേണ്ടതെന്നാണ് എന്റെ പക്ഷം. വളരെ ആശങ്കയുണർത്തുന്ന കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ പങ്കുവച്ചത്. ശ്രീ ജോർജ് ജോസഫ്, ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ ഈ ഒരു തീവ്രവാദത്തിന്റെ ഒരു സ്വാധീനത്തെ പറ്റി നാം ചർച്ച ചെയ്തു. ഇനി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ നടന്ന ചില VIP അറസ്റ്റുകൾ, PC ജോർജിന്റെ അറസ്റ്റ്, കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ ഈ AKG സെന്റർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു തുമ്പും കിട്ടാത്ത ഒരു അവസ്ഥ. ഈ PC ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല എങ്കിൽ പോലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച PC ജോർജിനെ മണിക്കൂറുകൾ എന്ന വാക്കിനേക്കാൾ നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരു കേസിൽ, ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത ഒരു പരാതി നൽകുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് നടപടിയെടുക്കുന്നു. സത്യത്തിൽ ഇതെല്ലാം ഒരു പ്രഹസനമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത്തരം അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുന്നു. ഒടുവിൽ ഇവർ കോടതിയിൽ പോകുന്നു. ഞൊടിയിടയിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നു. നേരത്തെ അങ്ങ് പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യം, ഈ നിയമത്തിലുള്ള ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ ഒരു അജ്ഞത മാത്രമാണോ ഇത്തരം തിരിച്ചടികൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഇത്തരം പ്രഹസനങ്ങൾക്ക് പിന്നിൽ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൃത്യമായ ഒരു ചട്ടുകമായി പോലീസ് മാറുന്നതുകൊണ്ടല്ലേ ഇത്തരമൊരു ദയനീയ അവസ്ഥ നമ്മുടെ മിടുക്കരായ, വളരെ പേരുകേട്ട, അഡ്വക്കേറ്റ് ജസ്റ്റിനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ വളരെ പേരുകേട്ട കേരള പോലീസിന് ഇത്തരത്തിലൊരു ദയനീയ അവസ്ഥ സംഭവിക്കുന്നത്? ശ്രീ ജോർജ് ജോസഫ്. ഇല്ല, പോലീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം തന്നെയാണ്, പറയാതിരിക്കാൻ ഒക്കില്ല. അതിന്റെ കാരണം ഇപ്പം ഈ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ഭാഗത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കുറെയെല്ലാം കറപ്റ്റഡ് ആയ ആൾക്കാരാണ്. അവർ രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ച് അവര് നിയമം നടപ്പാക്കുന്നവരെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസ് അസോസിയേഷന് എന്നൊരു രാഷ്ട്രീയ സംഘടന കേരളത്തിലുണ്ട്. ഒരിക്കലും ഒരു പോലീസ്, പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിനകത്ത് ഒരു രാഷ്ട്രീയ സംഘം അനുവദിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയ സംഘടനയിലെ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിന് ആ രാഷ്ട്രീയ നേതൃത്വം അതിന് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നീതി നടപ്പാക്കില്ല. സത്യം ജയിക്കാനും സത്യനീതിക്കും വേണ്ടി നമ്മൾ പണം പൊരുതിയാല്, ദേവപ്രസാദ് നേരത്തെ പറഞ്ഞു, പരിക്കേക്കും. ഏതായാലും ഞാൻ പരിക്കേറ്റിട്ടുണ്ട്. 1.5 വർഷം സസ്പെൻഷൻ വരെ നിന്ന്. സത്യനീതിക്ക് പോയാൽ നമുക്ക് ഒരിക്കലും ഒരാൾ സപ്പോർട്ട് ചെയ്യത്തില്ല. നമുക്ക് ജയിലിൽ പോയി കിടക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സബ് ജയിലിൽ റിമാൻഡ് ചെയ്ത് കുറച്ച് ദിവസം കിടന്നിട്ട് വെളിയിറങ്ങാൻ പോകും. കാരണം നിയമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആരും പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെയാണ് അത് കാണുന്നത്? കാരണം ഒരാളെ രാഷ്ട്രീയമായിട്ട് തീർക്കണമെന്നെങ്കിൽ ഒരു കേസ് അങ്ങോട്ട് എടുക്കുകയാണ്. ഇതൊക്കെ എവിടെ പഠിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ PC ജോർജ് അദ്ദേഹത്തിനെ 3-4 പ്രാവശ്യം ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. എന്ത് കാര്യത്തിനൊന്നും ഒരു റിസൾട്ടും അതിനകത്ത് ഉണ്ടാകാൻ പോയില്ല. കാരണം അതൊക്കെ വളരെ ഫീബിളായ സെക്ഷനും ഫീബിളായ കാര്യവും പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേസായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഗവൺമെന്റിനെ മറിച്ചിടാൻ 99 MLA-മാരുള്ള ഈ രാജ്യത്ത് ഗവൺമെന്റിനെ മറിച്ചിടാൻ അങ്ങനെയൊന്നും നടക്കില്ല. അതിന് ചില ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് ഒരു KT ജലീലൊക്കെ മൊഴി കൊടുത്ത് അതിന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്രയോ പേര് അതിന്റെ പിന്നാലെ നടക്കുന്നു. എന്തിനാണ് ഇതുപോലെയുള്ള? കാരണം ആ കേസൊന്നും കോടതിയിൽ നിലനിൽക്കത്തില്ല. കാരണം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ധാരാളം കിടക്കില്ല ഇവിടെ. അതൊന്നും പോലീസ് നോക്കാറില്ല. വെറും ഫ്ലിംസി ആയ ഗ്രൗണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തലകുനിച്ചു പോകുള്ളൂ അവരുടെ മുമ്പില്. അഡ്വക്കേറ്റിന് അത് പള്ളിവാതിക്കലിന് മനസ്സിലായി കാണും. കാരണം ദേവപ്രസാദ് നേരത്തെ സത്യനീതിക്ക് വേണ്ടി നടന്ന മനുഷ്യനാണ് നമ്മുടെ CB മാത്യു സാർ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ലേ? സുപ്രീം കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. പരിക്കേൽക്കുന്ന കാര്യത്തിൽ എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ അത് എന്തോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പം പെൻഷൻ വാങ്ങിച്ച് നിൽക്കുകയാണ്. ഇനി നമ്മൾ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ സംഘടനമായിട്ട് കൂടുതൽ വിമർശിക്കും തോറും പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പല ചർച്ചയ്ക്ക് ഇപ്പം പോകുന്നില്ല. കാരണം നമ്മൾ മിണ്ടാതിരുന്നാൽ പോലെ അതിന്റെ ആവശ്യമുള്ളൂ.
പക്ഷെ അത് ദേവപ്രസാദിന് അറിയാം, സത്യവും നീതിക്ക് വേണ്ടി പണം ഒഴുകിയവരെല്ലാവരും അവരുടെ മരണം വരെ ദുഃഖത്തിലാണ്. അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖത്തിൽ തന്നെയാണ് പോകുന്നത്. കാരണം അതിനു വേണ്ടി നമ്മൾ മിണ്ടാതിരുന്നതല്ലേ നല്ലതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം ഡിസിപ്ലിൻ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്ത് ഒരു 10% പേരെ കഷ്ടിക്കേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ടാണ് പല കാര്യം തീവ്രവാദ സംഘടനകള് പോലീസിനകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഞാൻ തുറന്നു പറയാം, ദേവപ്രസാദ് പറഞ്ഞ് പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. കാരണം കൈവിട്ടുപോയ കാര്യങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുടുംബാന്തരീക്ഷം കംപ്ലീറ്റും മാറിക്കഴിയും. അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയിലുള്ള പല ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും പല കാര്യങ്ങളും പറഞ്ഞു ലിവിങ് ടുഗദർ ഇന്ത്യയിലെ ഒഫൻസ് അല്ല. ഞാൻ അതിനോട് വ്യക്തിപരമായിട്ട് ഇത്, കാരണം ഇന്ത്യയുടെ പാരമ്പര്യം മറ്റുള്ള രാഷ്ട്രക്കാരുടെ നല്ലൊരു പാരമ്പര്യം നമുക്കുണ്ട്. നമ്മളുടെ ഈ കുടുംബത്തിന്റെ വഴക്കും ബഹളവും ഒക്കെ കേട്ട് ഇന്ത്യക്കാർ പഠിച്ചിട്ടാണ് ഒരു കല്യാണാലോചന, ഞാൻ അതിലോട്ടാണ് പോകുന്നത്, ഒരു കല്യാണാലോചന നടക്കുമ്പം അത് കുടുംബക്കാരെ ആലോചിച്ചാണ് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള പ്രഷർ ഉണ്ടാവും. ഇവർ ആ കുടുംബം സർവൈവ് ചെയ്യാനും അവര് അത് ഇട്ടിട്ട് ഓടിപ്പോകാതിരിക്കാനുള്ള ഒരു സംവിധാനമാണത്. അത് ഇന്ത്യക്കാരുടെ കാരണം ലോകം മുഴുവൻ നോക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കുടുംബം ഇപ്പോഴും നിലനിൽക്കുന്നത്. കുട്ടികളായാലും അപ്പനും അമ്മയും നോക്കുന്നു, വല്യപ്പനും വല്യമ്മയും വരെ നോക്കുന്ന ആ കാഴ്ചപ്പാട് നമ്മൾക്ക്. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അത് രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലുള്ള നിർദ്ദേശങ്ങളും വെളിയിൽ വെച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാൻ ആൾക്കാർ ശ്രമിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഴയ ലോകത്തോട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിനും നീതിക്കും വില വേണമെന്നുണ്ടെങ്കിൽ അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരട്ടെ, അവര് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനോ രാഷ്ട്രീയപരമായ കാര്യം നീക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ അവര് ഈ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും. ഇപ്പം തന്നെ കരുവന്നൂർ ബാങ്കിലെ അവിടുത്തെ ആ ഫിലോമിന എന്ന് പറഞ്ഞ അവര് മരിച്ചിട്ട് അവര് 30 ലക്ഷം രൂപ ബോംബെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ആ ദേവസ്യായും അവരും കഷ്ടപ്പെട്ടിട്ട് 30 ലക്ഷം രൂപ കൊണ്ട് ബാങ്ക് ഇട്ടിട്ട് അവർ അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ പോകാൻ 2 ലക്ഷം രൂപ പോലും കൊടുക്കാൻ, കാരണം ആ പണമല്ല അവിടുന്ന് തട്ടി മാറ്റിയിരിക്കുന്നു. കേരളത്തിൽ 1646ഓളം ബാങ്കുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. ഇതിൽ എത്ര കോടി രൂപ ഉണ്ടെന്ന് ഏകദേശം 1.25 കോടി ലക്ഷം രൂപ ഈ 1646 സ്ഥലത്തും ഡിപ്പോസിറ്റ് ആയിട്ട്. പക്ഷെ അതിന്റെ ഭൂരിപക്ഷവും അടിച്ചെടുത്തോണ്ട് പോയെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം അപ്പൊ നമുക്ക് അത് രാഷ്ട്രീയമായ പാപ്പരത്വം കൊണ്ടാണ്. ഇതിനൊക്കെ രാഷ്ട്രീയമായ സ്വാധീനം, രാഷ്ട്രീയമായ ഒരു സ്റ്റിഫ്നെസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് അതിൽ നിന്ന് 1 ലക്ഷം രൂപ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ കടന്നുപോയി. പല ആൾക്കാരും നമുക്കറിയാം അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പറയുമ്പോൾ ബാങ്കിലെ റിക്കവറിക്കും അറ്റാച്ച്മെന്റിനും വരുന്ന ഒരു ഭാഗം, ഇവരിട്ട പൈസ അടിച്ചോണ്ട് പോകുന്ന വേറൊരു രാഷ്ട്രീയ നേതൃത്വം. ഇതൊക്കെ ഭൂരിപക്ഷവും രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്ന പണികളാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ പൊതുവെ എല്ലാ രാഷ്ട്രീയ UDF ആയാലും LDF ആയാലും BJP ആയാലും അവര് സ്വയം നന്നായെങ്കിൽ മാത്രമേ ഇവിടെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനും നമ്മുടെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടാനും കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, വളരെ വ്യക്തം. രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് പോലീസ് സേന വിമുക്തമാകണമെന്ന കാര്യമാണ് ശ്രീ ജോർജ് ജോസഫ് പങ്കുവച്ചത്. ശ്രീ ടി ദേവപ്രസാദ്, നേരത്തെ അങ്ങ് ചർച്ചയുടെ ഒരു പ്രാരംഭഘട്ടത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഒന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് പല സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും പിന്നീട് നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ, അങ്ങ് പറഞ്ഞതുപോലെ ഈ അഴിമതി ഒക്കെ കാണിച്ച് റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. പക്ഷേ ഈ റിട്ടയർമെന്റിന് ശേഷവും തങ്ങൾ ജോലിയുടെ ഭാഗമായി ചെയ്ത ഒരു നടപടിയുടെ പേരിൽ നിയമ നടപടിക്കായി സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അവർ പൈസ ഇറക്കേണ്ടി വരുന്നത്. ഇത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതമല്ലേ നമ്മുടെ പോലീസ് സേനയിൽ സൃഷ്ടിക്കുക? പ്രത്യേകിച്ച് ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ബോധ്യമുണ്ട്. പക്ഷെ എന്തിനാണ് വെറുതെ പുലിവാല് പിടിക്കേണ്ടത്? റിട്ടയർമെന്റിന് ശേഷം എന്തിനാ വെറുതെ പുലിവാല് പിടിക്കേണ്ടത്? വെറുതെ എന്തിനാ കോടതി കയറി ഇറങ്ങേണ്ടത് എന്നൊരു മനോഭാവം ഉണ്ടായാൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഒരു സ്റ്റേറ്റിന്റെ ഭാഗമായി നിന്ന് തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആ ഒരു ഉദ്യോഗസ്ഥനെ ഒരു പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം തീർച്ചയായും ഉണ്ടാകേണ്ടതല്ലേ ശ്രീ ടി ദേവപ്രസാദ്? വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണിത്. ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ ധാർമ്മികത എന്ന് പറയുന്നത് പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും
വളരെയധികം ചോർന്നു പോയി. ഓരോ വർഷവും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ഇതിനടുത്ത് നിന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ജോർജ് ജോസഫ് ആദ്യം പറഞ്ഞ പോലീസിലെ അച്ചടക്കത്തെ കുറിച്ച് പറഞ്ഞു. ജോർജ് ജോസഫിന് തന്നെ അറിയാം, കേരളത്തിൽ വളരെ കാലം DGP ആയിരുന്ന ഒരു മനുഷ്യൻ, ഒരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വിവാദപരമായ കേസിൽ പറഞ്ഞത് മേലധികാരി ശരിയായ ഉത്തരവിട്ടില്ലെങ്കിൽ അനുസരിക്കാൻ, ഒരു വെടിവെപ്പ് കേസിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്, ഒരു 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 പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹം പിന്നീട് DGP അനുസരിക്കാൻ KD ജീവനക്കാരന് ചുമതലയില്ല എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മേലധികാരി പറഞ്ഞാൽ അനുസരിച്ചല്ലേ പോലീസ് ഫോഴ്സ് നടക്കത്തില്ല. പക്ഷെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ് അതുകൊണ്ട് അവർക്ക് ചില പദവികളൊക്കെ കിട്ടും. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ റിട്ടയർമെന്റിന് ശേഷമല്ല, റിട്ടയർമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ പോലും ഇവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ഇവർ കൈക്കൂലി മേടിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ മക്കൾക്ക് മറ്റുള്ളവരുടെ, എന്റെ അപ്പനും പോലീസാ, അതേ അവരുടെ അപ്പനും പോലീസാ, എന്റെ അപ്പന് ഇതൊന്നുമില്ല, അതായത് പുതിയ കാറില്ല, സ്വന്തമായിട്ട് ഒരു വണ്ടിയില്ല, അവിടെ സർവീസ് വണ്ടിയേ ഉള്ളൂ, അത് മേടിക്കാൻ സാധിക്കുന്നില്ല, വീട്ടിലെ സൗകര്യങ്ങൾ കുറവായിരിക്കും, പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഇതെല്ലാം കണ്ട് ആ IG-യുടെ മോനോ അല്ലെങ്കിൽ ആ IPS ഓഫീസറുടെ മോനോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മോനോ ഇങ്ങനെ ജീവിക്കുന്നു, എന്റെ പപ്പയ്ക്കൊന്നുമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിവാദപരമായ കേസുകളൊക്കെ ഇപ്പൊ ജോർജ് ജോസഫ് ഒക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയാണ്. ഇവരൊക്കെ പിന്നെ നേരിടുന്നത് വലിയ ഭീകരന്മാരെയാണ്. അപ്പൊ അവർക്കൊക്കെ പുറത്ത് ആളുള്ളവരാണ്. അപ്പൊ അവരുടെയൊക്കെ ആക്രമണങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനും ഇവർക്ക് പേടിയായിട്ടുണ്ട്. ഇവരെയൊക്കെ പലപ്പോഴും പൊതിഞ്ഞു പിടിച്ചൊക്കെ നടക്കേണ്ട ഇവരുടെ ഈ പോലീസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല പോലീസുകാരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് യാതൊരു താല്പര്യം ഒന്നുമില്ലാതെ ഈ പറഞ്ഞ എന്നെ അറിയാവുന്ന നമസ്കാരം ചൊല്ലി കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് കിടക്കുന്ന പറഞ്ഞാല് അവിടുന്ന് തന്നെ അത് ഒപ്പിട്ടു, ഇനി മറ്റേ വേറെണ്ണം വന്ന് അത് ഒപ്പിട്ട് അവിടെ ഇരുന്ന് വെച്ചാൽ 10 to 5 ജോലിയോ അല്ലെങ്കിൽ വരുന്നിടത്തോളം വലിയ ഓഫീസർമാർ പലപ്പോഴും ചെന്ന ഓഫീസിൽ പോലും കാണിയാൽ ജോർജ് ജോസഫിന് അറിയാം. അവര് ഈ ഉഴപ്പന്മാര് എന്ന് പറഞ്ഞാൽ അവര് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് ശമ്പളം കിട്ടും, അങ്ങനെ പോകുന്നവരാണ്. പിന്നെ ഇത് വേറൊരു വലിയൊരു പ്രശ്നമുള്ളത് ഈ റിട്ടയർമെന്റിന് ശേഷം ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞു. രാഷ്ട്രീയക്കാര് ഈ കറപ്ഷൻ നടത്തിയാലേ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു സ്ഥിതിയിൽ അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഇതിനെല്ലാം ഇലക്ഷനെല്ലാം പൈസ വേണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ പല അഴിമതികളും നടത്തുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയക്കാരാണ് പലതിനും കാരണം. അതിലിപ്പം എങ്ങനെ അവർക്ക് അവരെ പിടിക്കാൻ സാധിക്കാൻ, ഇതിന്റെയൊക്കെ ഒരു ഓഹരി അവർ പറ്റുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ഷെയറിംഗ് ബേസിസിലാണ്. ഇങ്ങനെയൊന്നും കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ ഇഷ്ടമില്ല. ഇപ്പൊ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിൽ ഇരിക്കുന്നവർ, ഇവരൊക്കെ ഇത്ര കൊടുക്കണമെന്നുണ്ട്, അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ല. അങ്ങനെയുള്ള ഈ രാഷ്ട്രീയക്കാർ തന്നെ ഇതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് ഈ വർഗീയത മാത്രമല്ല, കറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു ചിന്ത വന്നിരിക്കുന്നത് പലതും സർവീസ് ചാർജ് പോലെ ആയിക്കഴിഞ്ഞു. ഒരു കറപ്ഷൻ എന്ന് പറയുന്നതിന് പണ്ടൊക്കെ അഴിമതി എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു സർവീസ് ചാർജ് പോലെ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കൊടുക്കാം, എങ്കിൽ പോലും ചെയ്തു തന്നാൽ മതി. ഇപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെയാണ് ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് റിട്ടയർമെന്റിന് ശേഷം ഇവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അത് ഓൾ ത്രൂ ആയിട്ട് ഇതൊരു രക്തസാക്ഷി, നല്ല ഓഫീസർമാരെ സംബന്ധിച്ചത് ഒരു രക്തസാക്ഷിത്വം പോലെയാണ്. പിന്നെ ചിലര് ഇതിന്നൊക്കെ നല്ല ഓഫീസർമാരും വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെയൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യം കൊണ്ടൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറെ ഓഫീസർമാരുടെ ജീവിതം കണ്ടുകൊണ്ട്. പക്ഷെ പലപ്പോഴും രക്ഷപ്പെടുന്നതൊക്കെ എന്നാന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയക്കാരോട് കൂടെ നിന്ന് അവര് പറയുന്നതിനൊക്കെ ശരി പറഞ്ഞ് അങ്ങനെ സാർ എന്ന് പറഞ്ഞു. സാർ എന്നുള്ള ഇവരുടെ ഒരു ശീലമാണ് കേട്ടോ. പോലീസുകാർ എന്ന് പറഞ്ഞാൽ, മേലധികാരി എന്ന് പറഞ്ഞാൽ സാർ എന്ന് പറയുന്നതൊക്കെ ഇവരുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല രസകരമായിട്ട് സാർ ഇങ്ങനെ പറഞ്ഞാൽ ചെന്നൊക്കെ അത് അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ജീവിച്ചു പോകാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താണ്, നാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നീതിയോ അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധാനം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഇതിൽ നിന്ന് തിരിച്ചു വരാം. പക്ഷേ യുവ ഓഫീസർമാർ പലരും തൻ്റെ ഇടത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ചൈത്ര ജോണിന്റെ കാര്യം, അല്ലെങ്കിൽ കുരുവിളയുടെ അങ്ങനെ ജോൺ കുരുവിള, അങ്ങനെയൊക്കെ ചില ഓഫീസർമാരെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാനീ പറയുമ്പോൾ എല്ലാം ക്രിസ്ത്യാനികളുടെ പേരായി പോകുന്നത് എനിക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. ഞാൻ ഈ ജാതിക്ക് വേണ്ടി അങ്ങനെയല്ല. ചില ഉദ്യോഗസ്ഥന്മാരെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഒറ്റപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുമാത്രം പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് ബാക്കിയുള്ള ഇങ്ങനെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ ഇവർക്ക് മുമ്പോട്ട് അധികം പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും നിരന്തരം ട്രാൻസ്ഫറുകളായിരിക്കും ഇവർക്ക്. നിരന്തരം ട്രാൻസ്ഫറുകളോ അല്ലെങ്കിൽ അവരെ പരുവത്തിലാക്കാൻ സാധിക്കും. അവർക്ക് ഈ രാഷ്ട്രീയക്കാർ നോക്കി അവരുടെ ട്രാൻസ്ഫർ ശരിയാക്കാതിരിക്കുക, അവർക്ക് വല്ല വിദേശ പോസ്റ്റിംഗ് ഉണ്ട്, വിദേശത്തേക്ക് വല്ല പഠിക്കാൻ പോകേണ്ട അവസരം നിഷേധിക്കുക, ഇങ്ങനെ പലതും ചെയ്യാൻ സാധിക്കും. ജോർജ് ജോസഫ് തന്നെ പറഞ്ഞിട്ടില്ല, 1.5 വർഷക്കാർ ഒളിച്ചു നടന്നത് എന്ന് പറഞ്ഞതുപോലെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് അദ്ദേഹം നല്ലൊരു കുറ്റാന്വേഷണം ആയതുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ എല്ലാവർക്കും അതറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവര് ഇങ്ങനെ കെണിയിൽപ്പെട്ടു പോയാൽ പിന്നെ അങ്ങനെ ആയിപ്പോകും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്.
ഇതെല്ലാം ആയാലും നമുക്ക് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ പൊതുജീവിതം ഒന്നാണ് ഇനി ഒരു തകർച്ചയുടെ അല്ലെങ്കിൽ ഒരു അപജയത്തിന്റെ ഒരു അവസാന പണിയിലൊക്കെ എത്തിയെന്ന് എനിക്ക് ഇതിൽ കൂടുതൽ അപജയിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ളത് നല്ല നാളുകളായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവം ഇടപെടും. ദൈവത്തിന്റെ ജനത്തെ ഉപേക്ഷിക്കുകയല്ല. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി, ദൈവത്തിന്റെ ജനം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള അർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടി ദൈവം ഇടപെടും. അപ്പൊ ഒരു നീതി സമാധാനം പുലരും. അതിനപ്പുറമുള്ള ഈ രാഷ്ട്രീയക്കാരിൽ നിന്നോ അവരിൽ ദൈവം ഇടപെട്ടുണ്ടാകുന്ന ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. ഇവരിങ്ങനെ അങ്ങ് പോവും. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നതും കാണുന്ന ഒരു യാഥാർത്ഥ്യം അതാണെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നീതിയും സമാധാനവും പുലരട്ടെ. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നമ്മുടെ ഈ കേരള പോലീസ് എങ്ങനെ കൂടുതൽ ജനമൈത്രിയാക്കാൻ സാധിക്കും? ഞാൻ ഈ ജനമൈത്രി എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോൾ പോലീസ് ഒരു പ്രത്യേക ജനത്തോടുള്ള ഒരു മൈത്രി അത് മാറ്റിയിട്ട് എല്ലാ വിഭാഗം ജനത്തോടുമുള്ള മൈത്രി പുലർത്തുന്ന ഒരു സമീപനം എങ്ങനെ നമ്മുടെ കേരള പോലീസിൽ സംജാതമാക്കാൻ സാധിക്കും? അഡ്വക്കേറ്റ് ജസ്റ്റിൻ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ജോർജ് സാറിന്റെ ഒക്കെ കാലഘട്ടത്തില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഒരു മേലുദ്യോഗസ്ഥനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുത്താൽ പോലും, സത്യസന്ധമായ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുത്താൽ പോലും ഓടാ പുല്ലി എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു മനോഭാവം അന്നുണ്ടായിരുന്നു. ഇനി അങ്ങനെ പോയാൽ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കുടുംബത്തിൽ നിന്നാണേലും അപ്പന്മാരാണേലും പറയും, നീ തോന്നിയാസം ഒന്നും നിന്നേക്കരുത്, നീ എങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോരാ എന്ന്. ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരോട് കാരണവന്മാര് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം വളരെ തന്റേടികളായിരുന്നു. അവിടെ അഴിമതി കുറവായിരുന്നു, അവര് ധീരരായിരുന്നു. എന്നാൽ ഇന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ കൃഷി കൊണ്ടുള്ള ഉപജീവനം ഒന്നും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ അങ്ങനെയുള്ള പല വിവിധ മേഖലകളിൽ നിന്ന് ഈ തൊഴിൽ മേഖലയിലേക്ക് കയറി പോകുന്നവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ബാക്ക് സപ്പോർട്ടും ഇല്ല. ഇത് വേണ്ടെന്ന് വെക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഒരു രീതിയിൽ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. എന്നാലും പുറത്ത് കടന്നാൽ ഇനി ഒരു സർക്കാർ ജോലിക്ക് സാധ്യതയില്ല, പ്രായം കടന്നു പോകുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയത് വേണ്ടാന്ന് വെക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, ഒരു അടിമത്ത മനോഭാവത്തോടെ ആരുടെയൊക്കെയോ ആജ്ഞാനുവർത്തികളായി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ പരാജയം കൂടിയുണ്ട്. നീതിബോധത്തോടെ സത്യസന്ധമായ ആത്മാർത്ഥതയോടെ ജനത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വരണം. സർക്കാർ തള്ളി പറഞ്ഞാലും ജീവിതത്തിൽ കുടുംബത്തിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ജനസമൂഹം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കൂടും, അവരുടെ എണ്ണം കൂടും. അങ്ങനെയുള്ളവരുണ്ട്. ഈ പറയുന്ന നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും ഫോഴ്സിൽ മെജോറിറ്റി നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്, അവര് നന്നായിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ജനങ്ങളാണ്. ഒരു ചെറിയ കുറ്റമുണ്ടാകുമ്പോൾ, ചെറിയൊരു കുറവുണ്ടാകുമ്പോൾ അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഭാവം, ഒരു നീതിക്ക് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളതെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഭാവം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ അടുത്ത കാലഘട്ടം വരെയെങ്കിലും ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളുടെയും ഹൈന്ദവ വേദങ്ങളുടെ പൊരുളുകളുടെയും എല്ലാം സ്വാധീനം ഈ പോലീസ് അക്കാദമികളിലും ഈ പോലീസിന്റെ ട്രെയിനിങ് പീരീഡ് കാലഘട്ടത്തിലെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ, പ്രത്യേകിച്ചും ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ട് നിന്നുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ദേശസ്നേഹത്തിന് ആഴപ്പെട്ടുകൊണ്ട് മനുഷ്യത്വവും മനുഷ്യ സ്നേഹവും എല്ലാം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോലീസ് ട്രെയിനിങ് അക്കാദമികളിൽ നിന്നും നമ്മുടെ പോലീസ് ട്രെയിനേഴ്സ് എല്ലാം പുറത്തു വന്നിരുന്നത്. ആ കാലഘട്ടം ഇന്ന് മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ഇവര് ഫിസിക്കൽ ട്രെയിനിങ്ങും ഇടികൊടുക്കാനും എങ്ങനെയും ഈ ആളുകളെ എങ്ങനെയും പിടിച്ചു പറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ആജ്ഞാനുവർത്തികളായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലേക്ക് അത് മാറ്റപ്പെട്ടു. അങ്ങനെയല്ല, അവരെ തിരിച്ച് വീണ്ടും ഈ മനുഷ്യസ്നേഹികളാക്കാൻ നമുക്ക് പറ്റണം. അവരെ ദേശസ്നേഹികളാക്കാൻ വേണ്ടി പറ്റണം. മനുഷ്യത്വപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അതിന് ജനങ്ങൾ ഒന്നിച്ച് മുന്നോട്ടിറങ്ങണം. അതിന് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം, കോടതികൾ മുന്നോട്ട് വരണം. ശക്തമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫോഴ്സിനെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം വരുന്ന ഉദ്യോഗസ്ഥരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡാ. പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരാരുമില്ല. ജോർജ് സാറിനൊക്കെ അറിയാം, വരുന്ന ഒരു ബിടെക്കുകാര്, അഡ്വക്കേറ്റ്സ്, എൽഎംകാര്, അങ്ങനെയുള്ള ഹൈലി പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ പ്രത്യേകിച്ചും ഈ പോലീസിന്റെ സാധാ ഒരു PC ആകാൻ ക്യാമ്പിലേക്ക് പോലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല.
അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് നല്ല പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം തന്നെ ഈ വേദങ്ങളും വിശുദ്ധ ബൈബിളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ ഈ സേനയിലേക്കും കൊടുക്കണം. ഇത് പോലീസ് സേനയുടെ മാത്രമല്ല, നമ്മൾ അവരെ മാത്രം മാറ്റി നിർത്തരുത്. എല്ലാ ഫോഴ്സുകളും ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെ ഏത് ഫോഴ്സിലേക്ക് പോയാലും ഈ അപജയം നമുക്ക് കാണാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു MV മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാ, മലപ്പുറം ഭാഗത്തായിരുന്നു അദ്ദേഹം ജോലി. അപ്പൊ അദ്ദേഹം പറയണം എന്നോട്, ഇവിടെ മലപ്പുറത്തിന് വേറെ MV ആക്ട് ആണെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ വേറെ MV ആക്ടാ, അവിടെ ഹെൽമെറ്റ് വെച്ചില്ലേലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ട്രിപ്പിൾ ഇരുന്ന് പോയ ആക്ഷൻ എടുത്താൽ ഞങ്ങൾക്കെതിരെ ആക്ഷൻ വരും. അവിടെ മാസ്ക് വെക്കാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ആക്ഷൻ വരും. അതുകൊണ്ട് ഇത് അവിടെ നീതി പുലർത്താൻ ഈ പോലീസുകാർക്ക് ഉദ്യോഗസ്ഥർക്കൊന്നും പറ്റുന്നില്ല. കള്ളവണ്ടികള്, കള്ള നമ്പറുകള്, കള്ളക്കടത്തുകള് എല്ലാം കൂടുകയാണ്. അപ്പൊ അതിനർത്ഥം ഇവരിലെ നീതിബോധമൊക്കെ ഉണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറണം. ജോർജ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അസോസിയേഷനുകളൊക്കെയായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘടനകളൊക്കെയായി നിന്നുകൊണ്ട് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഈ ദേശത്തെ സേവിക്കുന്നവരാണ് യൂണിഫോം ഇട്ട ഞങ്ങള്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് പോലീസ് സേനയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ദേശത്തെ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാനാണ് എന്നൊരു ബോധ്യം നമ്മുടെ പോലീസ് സേനയിലേക്ക് വരുവാൻ പറ്റുന്ന രീതിയിൽ മാധ്യമധർമ്മം നിറവേറ്റാൻ തയ്യാറായാൽ തന്നെ പൊതുബോധം ജനങ്ങളുടെ ഉണരും. ജനങ്ങള് നമ്മുടെ സേനയോടൊപ്പം ശക്തമായിട്ട് ഇടപെടും. ആ സേനയെ ബോധവൽക്കരിക്കാൻ നമ്മുടെ ജനങ്ങളും കൂടെ ഉണ്ടാവും. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളിലൂടെയും എല്ലാം ഒരു കൂട്ടായി പിടിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, അവരെ വിട്ടുകളയാൻ പറ്റില്ല. ഒത്തിരി അപജയങ്ങൾ ഉണ്ടെങ്കിലും ആ പഴയ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇനി അല്ലെങ്കിൽ തന്നെ ഒരു 99% ഉദ്യോഗസ്ഥരെങ്കിലും ഫോഴ്സിനെയെങ്കിലും നമുക്ക് ഈ നീതിബോധമുള്ളവരായിട്ട് നീതിപൂർവം പ്രവർത്തിക്കുന്നവരായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ പങ്കുവച്ചത്. നമ്മുടെ പോലീസ് സേനയിലെ ഭൂരിഭാഗം പേരും മിടുക്കരാണ്, സത്യസന്ധരാണ്. എന്നാൽ അവരിൽ ചിലരെയെങ്കിലും ബാധിക്കുന്ന തീവ്രവാദ സ്വാധീനം, അഴിമതി സ്വാധീനം, അത് തീർച്ചയായും തുടച്ചു മാറ്റപ്പെടേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോർജ് ജോസഫ്, ശ്രീ T. ദേവപ്രസാദ്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, 3 പേർക്കും നന്ദി.